ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. ആവേശം ഡയറക്റ്റഡ് ബൈ ജിത്തു മാധവൻ. റീഇൻട്രൊഡ്യൂസിങ് ഫഹദ് ഫാസിൽ. ഈ ഫഹദ് ഫാസിലിനെ റീഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് അത്ര കണ്ട് പിടിച്ചില്ല. കരിയറിന് പ്രശ്നമില്ല, ഫീൽഡ് ഔട്ട് അല്ല, എല്ലാ റോളും ചെയ്യണ ആള്, പിന്നെ എന്തിട്ട് റീഇൻട്രൊഡ്യൂസിംഗ് എന്ന് വിചാരിച്ചു. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്നിട്ടാണ് കാണിച്ചു വെച്ചേക്കണേ. റീഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല, കാരണം നമ്മൾ ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല. മാസാള് ചെയ്യണതൊക്കെ പല സ്ഥലത്തും ചില സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ത്രൂ ഔട്ട് മാസ് പടം, അതും പ്രോപ്പർ എന്റർടൈനർ. അങ്ങേരിങ്ങനെ അഴിഞ്ഞടം വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ടേക്കാണ്. ഈ ക്യാരക്ടർ എന്താന്ന് പടം ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഡയറക്ടർക്കും അതുപോലെ തന്നെ ഫഹദിനും മനസ്സിലായതെന്ന് ഫഹദ് പ്രൊമോഷണൽ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ രോമാഞ്ചം ജിത്തു മാധവന്റെ ഇതിന് മുമ്പത്തെ പടം, അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ട്. അതൊരു അവിടുത്തെ ഒരു സെറ്റപ്പിൽ കഥ അങ്ങോട്ട് പറിച്ചു നട്ടൊക്കെ ചിലപ്പോൾ റീമേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത് പറ്റില്ല, കാരണം ഈ ക്യാരക്ടർ ഫഹദ് ചെയ്ത് വെച്ചേക്കണ പോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അമ്മാതിരിയാണ് കാട്ടിക്കൂട്ടി വെച്ചേക്കണത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ക്യാരക്ടറിന് മുപ്പര് കൊടുത്തേക്കുന്ന ബോഡി ലാംഗ്വേജ് ആയാലും സൗണ്ട് മോഡുലേഷൻ ആയാലും അല്ലെങ്കിൽ മാനറിസംസ് ആയാലും ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഐറ്റം. ഞാൻ ഈ പടം കണ്ടത് ചെന്നൈയിൽ ഒരു ലോക്കൽ തിയേറ്ററിലാണ്. കാരണം PVR ഐനോക്സ് ഒക്കെ ഇപ്പോൾ സമരമാണല്ലോ, അല്ലെങ്കിൽ ബാനാണല്ലോ മലയാളം സിനിമയ്ക്ക്. എന്തോടെ ഒരു അജിത്തിന്റെ വിജയുടെ ഒക്കെ പടം ഇറങ്ങണ പോലെയാണ് ഇവിടെ സെലിബ്രേഷൻ. ഇങ്ങനെ ഇൻട്രോ തൊട്ടിട്ട് വൻ വിസിലടിയും കയ്യടിയും ബഹളൊക്കെ. പല സമയത്തും ചില ഡയലോഗൊന്നും കേട്ടിട്ടില്ല. സബ് ടൈറ്റിൽ ഉണ്ടായത് കൊണ്ട് എന്താണ് അവിടെ പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ലായിരുന്നു. അമ്മാതിരിയോളം ഒരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ഫാൻ ബേസോ ഫാൻ ക്ലബോ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ് ഇങ്ങനെ ആലോചിക്കണം. അജാതിയോളാണ് ഈ പടത്തിന് മുമ്പേ ആവേശത്തിന് ഉണ്ടായിരുന്നത്. അത് അതേപോലെ തന്നെ തിയേറ്ററിൽ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ജിത്തു മാധവനെ ഞാൻ നമിച്ചു, കാരണം ഈ പടം എഴുതുക, അത് പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈസി ടാസ്ക് അല്ല. അങ്ങേരെ സമ്മതിക്കണം. ഇപ്പൊ രോമാഞ്ചം 2 വരുന്നുണ്ടെന്നൊക്കെ കേട്ടു, വരട്ടെ, അങ്ങേരെ കൊണ്ട് അത് പറ്റും. ഞാൻ പറഞ്ഞു രോമാഞ്ചം 2 അവിടെ നിൽക്കട്ടെ, ആവേശം 2 വേഗം ഇറക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. അമ്മാരി പടം ഇതെന്തായാലും ചിലപ്പോൾ കന്നഡികന്മാരെടുത്ത് ആഘോഷിക്കും. തെലുങ്ക് മാർക്കറ്റിൽ ഓൾറെഡി നന്നായിട്ട് ഓടുന്നുണ്ടെന്ന് പറഞ്ഞു. മലയാളത്തിൽ പിന്നെ നല്ല കളക്ഷൻ തന്നെയാണ്. അതൊരു പ്രോപ്പർ എന്റർടൈനിങ് പടം. പിന്നെ ഇതിൽ സജിൻ ഗോപു ഉണ്ട്. എല്ലാവരും ഫഹദിനെ പൊക്കി പറയുമ്പോൾ ചേർത്ത് പറയേണ്ട ഒരു പ്രകടനമാണ് സജിൻ ഗോപുവിന്റെ. സജിൻ ഗോപു ആണ് ഈ പടത്തിലെ തള്ളുമൂപ്പൻ. ഈ ഫഹദിന് ബിൽഡപ്പ് കൊടുക്കുന്നത് സജിൻ ഗോപുവാണ്. സജിൻ ഗോപുവിന്റെ ക്യാരക്ടറും വേറൊരാൾക്ക് ചെയ്ത് ഫലിപ്പിക്കുക ഇത്തിരി ബുദ്ധിമുട്ടാ. അമ്പാൻ എന്നാണ് പേര്, അമ്പാൻ ചേട്ടൻ എന്നാണ് അതിലത്തെ ആ പിള്ളേര് വിളിക്കുക. അമ്പാന്റെ ക്യാരക്ടറും സത്യം പറഞ്ഞാൽ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത് എത്ര പേര് പറയുന്നറിയില്ല. വൻ വൈബാണ് സജിൻ ഗോപു, ഒരു രക്ഷയില്ല, ഒരു റോക്ക് സ്റ്റാർ ആണ് അങ്ങേര്. പിന്നെ പടത്തിൽ ബാക്കി ആക്ടേഴ്സിന്റെ ഒന്നും നല്ല പെർഫോമൻസുകൾ പുറത്തെടുക്കാൻ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൽ മൻസൂർ അലി ഖാൻ ഉണ്ട്, മൂപ്പര് നന്നായിട്ടുണ്ട്. പിന്നെ 3 പിള്ളേര്, ഹിപ്സ്റ്റർ, മിഥുൻ ജയ്ശങ്കർ, പിന്നെ റോഷൻ ഷാനവാസ്, അവർ 3 പേരും. ഇതിൽ ഹിപ്സ്റ്ററിനെ എനിക്ക് മറ്റേ ഒമേഗൾ വീഡിയോസ് വഴിയൊക്കെ അറിയാം. ബാക്കിയുള്ളവരെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമയിൽ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസുകളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു സിനിമ കണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ്സ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുഷിൻ ശ്യാമാണ് മ്യൂസിക്. ഈ പടത്തിൽ രംഗണ്ണന്റെ പെർഫോമൻസിനെ എങ്ങനെ തിളപ്പിച്ച് നിർത്തുന്നത് സുഷിന്റെ മ്യൂസിക്കാ. അത് സുഷിൻ ഒരു പടത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷിന്റെ ടാലന്റിനെ സമ്മതിച്ചേ മതിയാവുള്ളൂ. ഈ പടത്തിൽ റിലീസാവാത്ത, അതായത് ഒഫീഷ്യലി ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ റിലീസാവാത്ത വേറെ പാട്ടുകളുണ്ട്. അതൊക്കെ ഈ പടം റിലീസായതുകൊണ്ട് ഇനി അത് വൈറലാവാൻ പോണ പാട്ടുകളാണ്. റീൽസും മാഷപ്പുകളൊക്കെ ഭരിക്കാൻ പോകുന്ന പാട്ടുകളാണ്. സുഷിൻ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. മൂപ്പരെ സമ്മതിക്കണം. അതുപോലെ നമ്മുടെ ക്യാമറ സമീർ താഹിറാണ്, അപ്പോൾ അത് നന്നാവും എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. അതുപോലെ എഡിറ്റിംഗ് വിവേക് ഹർഷനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കാസ്റ്റ്, നല്ല ക്രൂ ഉള്ള ഒരു കിഡിലൻ വൈബ് എന്റർടൈനിങ് പടം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, രംഗണ്ണനെ എല്ലാവരും ആസ് എ ക്യാരക്ടർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എഴുതിയതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ക്യാരക്ടറിന് നല്ലൊരു ഇമോഷണൽ സൈഡ് ഉണ്ട്. ആ ഇമോഷണൽ സൈഡും അയാളുടെ ഒരു ചിൽ സൈഡും ഫഹദ് ഫാസിൽ അത്രയും ഭംഗിയായിട്ട് ചെയ്തേക്കണേ. അതൊന്ന് കടുകിടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിഞ്ചാവാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ്. അത് അത്രയും വൃത്തിയിൽ എഴുതി അത്രയും ഭംഗിയിൽ പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ബെസ്റ്റ് ടെക്നീഷ്യന്മാർക്ക് അത് പറ്റുള്ളൂ. അത് ഒരു രക്ഷയില്ല. ഇതിന്റെ റൈറ്റിങ് ഈ പടത്തിന്റെ അപ്രിസിയേഷനെ
അപ്രിസിയേഷൻസിന്റെ ഇടയിൽ റൈറ്റിങ്ങിനെ പറ്റി ചിലപ്പോൾ ആൾക്കാർ പറയാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇതിന്റെ റൈറ്റിംഗ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് രംഗണ്ണന്റെ ക്യാരക്ടറിന്റെ റൈറ്റിംഗ്, അയാൾ എന്തായതെന്നൊക്കെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ആ സംഗതി, ആ സമയത്തെ ഫഹദിന്റെ കുറച്ച് സംഭവങ്ങൾ ഒരു രക്ഷയില്ല, പറഞ്ഞാൽ തീരൂല ഫഹദിനെ പറ്റി. അപ്പൊ അത് വിട്ടേക്കാം. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കുറെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരു ആഘോഷം ലെവലിൽ കാണാനുള്ള പടമാണ്. അത് അങ്ങനെ തന്നെ കാണാം, ഒരു പാക്ക്ഡ് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. കാരണം ഈ പടം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു സ്റ്റാർ പടം, നമ്മുടെ മലയാളം യൂത്തന്മാരുടെ ഒരു പടം നമുക്ക് ചിലപ്പോൾ അധികം ആഘോഷിക്കാൻ കിട്ടില്ല. അപ്പോൾ അത് മിസ്സാക്കണ്ട, എല്ലാവരും പോയി കാണുക. പിന്നെ ഉറപ്പാണ് കുറച്ചാൾ കഴിയുമ്പോൾ രോമാഞ്ചത്തിന് വന്ന പോലെ ഈ പടത്തിന് ഇതെന്ത് പടമാണ്, ഇത് എന്തുള്ള പടമാണെന്ന് പറയുന്ന കുറേ ആൾക്കാർ എന്തായാലും വരും. എല്ലാവർക്കും പടം ഇഷ്ടമാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും പോയി കണ്ടു നോക്ക്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നിയില്ല. കാരണം കഥ റൈറ്റ് ചെയ്ത് ഒരു പേ ഓഫ് ലാസ്റ്റ് കിട്ടണമെങ്കിൽ ചില സ്ഥലത്ത് ചില കാര്യങ്ങൾ ഇത്തിരി പതുക്കെ പോകണം. അപ്പം അങ്ങനെ ഒരു സ്ലോ പേസ് പിടിച്ചാന്ന് എനിക്ക് തോന്നിയത്. അതെനിക്കൊരു ബോറടിയായിട്ട് തോന്നിയില്ല. പടം ഇനീഷ്യൽ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ഒരു അഭിപ്രായക്കാരനല്ല ഞാൻ. അതുകൊണ്ട് എനിക്കതൊരു ഇഷ്യൂ ആയിരുന്നില്ല, ചിലരത് ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. നല്ല മുറ്റുപടം ആടാ മോനെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.